ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ കൊച്ചിയിൽ നിന്ന് കല്യാണത്തിന് വന്നേക്കണം കേട്ടോ. വേറെ ആരുതല്ല, എൻ്റെ അനിയത്തിന്റെ ചേട്ടന്റെ മോളെ കല്യാണം കേട്ടോ. അപ്പൊ അതേ ചെക്കൻ വന്ന സമയത്താണ് ഞാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. അപ്പൊ ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ നിൽക്കണം കേട്ടോ, മാലയും ബൊക്കെയൊക്കെ ആയിട്ട്. അപ്പൊ ഇനി ചെക്കൻ ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ സൈഡിലായിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് ട്ടാ. അപ്പൊ അതൊക്കെ കുടിച്ചിട്ടാണ് എല്ലാരും അകത്തേക്ക് കേറുന്നത്. അപ്പൊ അതിന് ചെക്കനെ വിളിക്കാനായിട്ട് വാപ്പിച്ചിനെ അനിയന്മാരെയൊക്കെ കൊച്ചാപ്പന്മാരെയൊക്കെ വിളിക്കണം ട്ടാ. അപ്പൊ എല്ലാരും റോസാപ്പൂവും മാലയൊക്കെ ഇട്ടിട്ട് ചെക്കനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാരും നിക്കണം കേട്ടോ. ഞങ്ങളെ ആൾക്കാരാണ് ഇതൊക്കെ. അനിയത്തിന്റെ നാത്തൂമാരും മോളൊക്കെ ഉണ്ടത്. അപ്പൊ അതേ ചെക്കനെ കല്യാണ പെണ്ണിന്റെ ആങ്ങള സ്റ്റേജിലേക്ക് കയറ്റിയിട്ടാ. അപ്പൊ ഞാൻ കല്യാണത്തിന് വന്നപ്പോ ചെക്ക വന്നത് കണ്ടപ്പോ പിന്നെ അത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ്ട് പിന്നെ എൻ്റെ മൂത്തുമ്മയും കുഞ്ഞുമ്മയും പിന്നെ അനിയത്തിയും അനിയത്തിന്റെ ഹസ്ബൻഡ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെടുത്തത്. അപ്പൊ ഇതെന്റെ ഇക്കാന്റെ ഇളയ പെങ്ങളെ കെട്ടിയവനും മക്കളുമാണ് ട്ടോ. അപ്പൊ അവര് എൻ്റെ അനിയത്തിന്റെ ചേട്ടന്റെ മോളെ കെട്ടിയേക്കണത് അളിയന്റെ അനിയനാണ് ട്ടോ. അപ്പൊ അങ്ങനെ ഒരു ബന്ധുക്കാരും കൂടിയാണ് ട്ടോ. അപ്പൊ അതെ കല്യാണ പെണ്ണ് തന്നെയുണ്ട്. അപ്പൊ പാട്ട് നല്ല അടിപൊളി പാട്ടൊക്കെയാണ് ട്ടോ ഇടണം. പക്ഷെ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പാട്ടിടാത്ത. അപ്പൊ പെണ്ണ് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ട്ടോ സ്റ്റേജിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ നടന്ന് ഡാൻസ് കളിച്ചിട്ടാണ് ട്ടോ വന്നത്. ഇപ്പത്തെ ട്രെൻഡാണുള്ളത് അല്ലേ. ഞങ്ങളുടെ കല്യാണത്തിനൊന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇപ്പൊ അടിപൊളിയാണ് എല്ലാം. അപ്പൊ അതെ ഇനി നമുക്ക് ചെക്കൻ പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റണത് കാണാട്ടാ. അപ്പൊ പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും അനിയത്തിയും പിന്നെ അവളെ നാത്തുമാരും ചേട്ടത്തിമാരും മക്കളും എല്ലാരും കൂടി അവിടെ നല്ല അടിപൊളി കളികളായിരുന്നു കേട്ടാ. കൈയടിച്ച് നല്ല നല്ല വൈബ് ഫാമിലിയാണ് ട്ടാ. അപ്പൊ അവരെല്ലാരും കൂടി റൗണ്ടിൽ കൈയടിച്ച് ഒപ്പന കളിക്കണം ട്ടാ. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം ട്ടാ. ലൈക്ക് അടിക്കാൻ മറക്കരുത് ട്ടാ.
അപ്പൊ കുറച്ച് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് എല്ലാരും കൂടി കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങണം കേട്ടാ. അപ്പൊ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അവിടെ ഫോട്ടോഷൂട്ട് നടക്കണതാണ്. അപ്പൊ ഞാൻ പിന്നെ മൂത്തുമ്മാൻ്റെ ഉമ്മൻ്റെയും അനിയത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോന്നിട്ടാ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്നോർത്ത്. അപ്പൊ പിന്നെ ഇക്ക വിളിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ തിരക്കായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ അവിടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പം അതേ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കണേണ്. അപ്പം കൊച്ചി ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ, കഴിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പം ഞങ്ങളിനി ബിരിയാണി കഴിച്ചിട്ട് കാണാം. അപ്പം നമുക്ക് കൊച്ചിയിലും മലപ്പുറത്തും കൊടുങ്ങല്ലൂരും അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ബന്ധുക്കാരുള്ള കാരണം ഓരോ ഫുഡ് ടേസ്റ്റ് ചെയ്യാം. ഏത് ഫുഡാണ് നല്ലതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റില്ല. കാരണം ഓരോ സ്ഥലത്തെ ഫുഡും അതേ എന്താ പറയുക, എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡുകൾ, വെറൈറ്റി ടേസ്റ്റ് എല്ലാത്തിനും. അപ്പം അതേ അവിടെ മഹർ കൊടുക്കണേട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തു എന്നുള്ളൂ, ഫുള്ളായിട്ടൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് ദൂരെ നിൽക്കണമായിരുന്നു, അപ്പം ഒന്ന് സൂം ഇട്ടിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പം എൻ്റെ മൂത്തുമ്മാൻ്റെ മോൻ്റെ മക്കളും ഭാര്യയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതേ അവരെയും കൂടി വെറുതെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാ. അപ്പം അവർക്ക് നാണമുണ്ട്, അവൾക്ക് നാണമാണ്, അതാണ് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ ദേ അവിടെ ഫാമിലി ഫോട്ടോ എടുക്കണേട്ടാ എല്ലാവരും കൂടി. അപ്പം ഞങ്ങളും പോയി ഫോട്ടോ എടുത്തിട്ടാ. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ഇത് കുറച്ച് ഭാഗങ്ങളുള്ളൂ കേട്ടോ ഞാൻ കല്യാണത്തിൻ്റെ എടുത്തത്. അപ്പൊ ഇതാണ് എൻ്റെ അനിയത്തി. അപ്പൊ ഇവളെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോളെ കല്യാണമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കണായിട്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല, കാരണം കുറെ നാളത്തെ കാണുമ്പോ കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇതെന്റെ അനിയത്തിന്റെ നാത്തുമാരും മോളുമാണ് ട്ടാ. പിന്നെ മൂത്തുമ്മാന്റെ മരുമക്കളാണത്. അപ്പൊ അവർ രണ്ടുപേരും ഗൾഫിലാണ്. അപ്പൊ അവരെ ഭാര്യമാരാണ് മക്കളൊക്കെ ഉണ്ടാ. പിന്നെ അതേ നമ്മളത് കഴിഞ്ഞിട്ട് ലുലു മാളിലേക്ക് വന്നിട്ടാ. ലുലു മാളിൽ എത്തിയപ്പോ ഒരു 10 മണിയായി. റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ടാ ലുലു മാളിലേക്ക് വന്നത്. അത്രയൊക്കെ ഉള്ളൂ ട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.